സഹോദരങ്ങളെ, അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന ആളുകള്, അള്ളാഹുവിന് വേണ്ടി നോമ്പ് പിടിക്കുന്ന ആളുകള്, അള്ളാഹുവിന് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുന്നവര്, അവര് അലസതയില്ലാതെ മടിയില്ലാതെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, വെറുപ്പോടെ ചെയ്യാൻ പാടില്ല. അല്ലാഹ് പറയുകയാണ്, അവരുടെ ഇബാദത്തുകൾ, അവരുടെ ചെലവാക്കലുകൾ, അവരുടെ ചെലവ് ചെയ്യൽ, അവരുടെ ദാനധർമ്മങ്ങള് എന്തുകൊണ്ടാണ് കബൂൽ ചെയ്യാത്തതിന്റെ കാരണമെന്നറിയോ? വമാ മനഅഹും, അവരെ തടഞ്ഞിട്ടേയില്ല, അത് തുഖബല മിൻഹും, അവരിൽ നിന്ന് കബൂലിയത്ത് ഉണ്ടാകുന്നത്. അവരുടെ കബൂലിയത്തിനെ തടയാനുള്ള കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ലാ യഅതൂന സലാത്ത ഇല്ലാ വഹും കുസലാ. അവര് മടിയന്മാരായിട്ടാ നിസ്കരിക്കുന്നത്, അലസന്മാരായിട്ടാ അവര് നമസ്കരിക്കുന്നത്. വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ. വല്ലാത്ത വെറുപ്പായിട്ടാണ്, വല്ലാത്ത വിമുഖതയോടെയാ അവര് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്. എന്തെങ്കിലും പള്ളിക്ക് കൊടുക്കൂ എന്ന് പറയുമ്പോ, ഒരുപാട് നിർബന്ധിക്കുമ്പോ, സഹോദരങ്ങളെ, കരിമ്പിൻ ജ്യൂസ് അടിക്കുന്നത് പോലെ പിഴിഞ്ഞ് 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 പറയുമ്പോഴാണ് എന്തെങ്കിലും പള്ളിക്ക് കൊടുക്കുക. അത് ആരോ നിർബന്ധിച്ചിട്ടാണ്, അതിൽ ആത്മാർത്ഥതയില്ലാതെ വെറുപ്പോട് കൂടിയിട്ടാണ് സംഭാവന പറഞ്ഞത്. പള്ളിപ്പറമ്പിലെ ഖബർസ്ഥാന് വേണ്ടിയിട്ട്, ഭൂമി വാങ്ങാൻ വേണ്ടിയിട്ട് വീടുകളായ വീടുകൾ കയറിയിറങ്ങുന്ന ജമാഅത്തിന്റെ പരിപാലകര് പറയുമ്പോ അവര് പറയുന്നത് എങ്ങനാ ഞങ്ങൾ ഇപ്പൊ തരിക? സഹോദരങ്ങളെ, അവസാനം നിങ്ങൾ സമ്പന്നനല്ലേ, പണക്കാരനല്ലേ, ലക്ഷപ്രഭുവല്ലേ എന്ന് ചോദിക്കുമ്പോ അവര് പറഞ്ഞതിന്റെ പേരിലും മനസ്സില്ല, മനസ്സോടെ ഇരുമനസ്സോടെ കൊടുക്കുന്ന സദഖയുണ്ടല്ലോ, ആ സദഖ അല്ലാഹു കബൂൽ ചെയ്യില്ല. കാരണം എന്തുകൊണ്ടാണ്? വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ. വെറുപ്പോടുകൂടി വിമുഖതയോടെ ചെയ്യുന്ന ദാനധർമ്മമായി പോയി. സഹോദരങ്ങളെ, അവരുടെ ആരാധനകളും മടിയാണ്, അലസതയാണ്. എന്ന് പറഞ്ഞാൽ യാസീൻ ഓതാൻ വേണ്ടി കയ്യിലേക്ക് ഖുർആൻ എടുക്കുമ്പോ 7 മുബീൻ ഉണ്ടെങ്കിൽ 14 കോട്ടുവാ വരുന്ന സമ്പ്രദായം എന്തുകൊണ്ടാണ്? അത് അലസതയോടെ ഓതുന്നത് കൊണ്ടാ. ആ യാസീൻ അല്ലാഹ്ക്ക് വേണ്ട പെങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ അമലുകൾ ചെയ്യുമ്പോ ആ അമലുകൾ ഒന്നുപോലും നമുക്ക് ഭാരമാകാതെ അല്ലാഹു എപ്പത്തോളം അവന്റെ കരുണയോടെ നമുക്ക് ഇബാദത്തുകളെ വിവരിച്ചതെന്നറിയോ? ഏറ്റവും വലിയ നിസ്കാരം ഏതാണ്? അത് തറാവീഹ് നമസ്കാരമാണ്. 20 റക്അത്താണ്, 12 അല്ല, 8 20 റക്അത്താണ്. ആ 20 റക്അത്ത് ഒറ്റയടിക്ക് ഒറ്റ സലാമിലൂടെയല്ല നിസ്കരിക്കേണ്ടത്. അല്ലാഹ് പറഞ്ഞു, സ്വലാത്തുൽ ലൈലി മസ്നാ മസ്നാ. രാത്രിയിലെ നിസ്കാരം ഈ രണ്ട് വെച്ച് നിസ്കരിച്ചോ എന്ന് പറഞ്ഞാ, തറാവീഹ് എന്ന് പറഞ്ഞാ തന്നെ വിശ്രമം എന്നാണ്. 2 റക്അത്ത് കഴിഞ്ഞു, കുറച്ച് വെള്ളം കുടിക്കണോ നീ കുടിച്ചോ, കാലൊന്ന് നീട്ടി വെക്കണോ വീട്ടി വെച്ചോ, എന്നിട്ടൊന്ന് എഴുന്നേറ്റ് കയ്യും കാലും ഒക്കെ ഒന്ന് കൊടഞ്ഞിട്ട് അടുത്ത് നിസ്കരിച്ചോ. ഇത് ആർക്കോ വേണ്ടിയിട്ട് പെട്ടെന്ന് 15.5 മിനിറ്റ് കൊണ്ട് 23 റക്അത്ത് നിസ്കരിച്ചിട്ട് കോഴി കൊത്തുന്നത് പോലെ നിസ്കാരം തീർത്തു വെക്കുമ്പോ, ചെറിയ പെരുന്നാളിന് പള്ളിയിൽ വരണമെങ്കിൽ കൊട്ടൻ ചുക്കാറ് തൈലം കഴുത്തില് പുരട്ടാതെ വരാൻ പറ്റാത്ത അവസ്ഥയിൽ നിസ്കാരത്തിന്റെ വേഗതയിൽ ഉയർന്നും താഴ്ന്നും കുനിഞ്ഞും നിവർന്നുമായിട്ട് മനുഷ്യന്റെ സന്ധികൾ പോലും, പ്രിയപ്പെട്ടവരെ, കോച്ച് പിടിക്കുന്ന കാലഘട്ടത്തിലാ നമ്മളുള്ളത്. അവിടെയാണ് ഇസ്ലാമിന്റെ പ്രഖ്യാപനം വരുന്നത്. അല്ലാഹു നിങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണോ? അങ്ങനെയാണെങ്കിൽ വലാ യഅതൂന സലാത്ത ഇല്ലാ വഹും കുസലാ. മടിയോടെ നിങ്ങൾ ചെയ്യരുത്, അലസതയോടെ നിങ്ങൾ ചെയ്യരുത്. ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒരു ആത്മാർത്ഥത വേണം, ഹൃദയസ്പൃക്കായിട്ടല്ലാതെ ചെയ്യരുത്. നിങ്ങൾക്ക് ആ ചെയ്യുന്ന പ്രവൃത്തിയോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം, ആത്മാർത്ഥത ഉണ്ടാകണം. സഹോദരങ്ങളെ, അതുകൊണ്ട് രണ്ടാമതായ ഖുർആൻ വെച്ച നിബന്ധന എന്തെന്നറിയോ? അലസതയും മടിയും ആരാധനയിൽ ഇല്ലാതിരിക്കുക എന്നുള്ളതാ. നമ്മുടെയൊക്കെ ജീവിതം വല്ലാത്തൊരു ജീവിതമാണ്. നിങ്ങൾക്കറിയോ, മരണാസന്നനായ കിടക്കുന്ന ഒരു സഹാബി വര്യനുണ്ടായിരുന്നു. ആരാണെന്നറിയോ? മഹാനായ അംർ ബിനുൽ ആസ് റളിയല്ലാഹു തആല അൻഹു. അംർ ബിനുൽ ആസ് റളിയല്ലാഹു തആല അൻഹു മരണാസന്നനാകുന്ന സമയത്ത് മുഖം ചുമരിനോട് ചേർത്ത് വെച്ചിട്ട് തേങ്ങിക്കരയുകയാ. പൊന്നുമോൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ബിനുൽ ആസ് തങ്ങൾ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, വാപ്പാ വാപ്പാ, എന്തിനാ നിങ്ങൾ കരയുന്നത് ഉപ്പാ? ആ സമയത്ത് അംർ ബിനുൽ ആസ് റളിയല്ലാഹു തആല അൻഹു മകൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ബിനുൽ ആസിനോട് പറയുകയാണ്, പൊന്നുമോനെ അബ്ദുല്ലാഹി ഇബ്നു അംർ ബിനുൽ ആസ്, എന്റെ
പൊന്നുമോനെ അബ്ദുള്ള, വാപ്പാടെ ജീവിതത്തിൽ 3 കാലം കഴിഞ്ഞു പോയി മോനെ. വാപ്പാടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ 3 കാലങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തേത് ഈ വാപ്പ മുസ്ലിം ആയിരുന്നില്ല, ഈ വാപ്പ മുഅ്മിനായിരുന്നില്ല, ഈ വാപ്പ റസൂലുള്ളാഹിന്റെ അനുചരനായിരുന്നില്ല. എവിടെയും റസൂലുള്ളാഹിനെ ഇകഴ്ത്താൻ ശ്രമിച്ചിരുന്നവനാ, എവിടെയും ഹബീബായ പ്രവാചകനെതിരെ അധിക്ഷേപത്തിന്റെ ശരങ്ങളറിയാൻ കാത്തുനിന്നവനാ. അന്ന് ഞാൻ മരിച്ചെങ്കിലോ ഞാൻ നരകത്തിലല്ലേ പൊന്നുമോനെ അബ്ദുള്ള. അല്ലാഹു എന്നെ മരിപ്പിച്ചില്ല. ഞാൻ എന്റെ ഹബീബിന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്ത് കലിമ ചൊല്ലി മുസ്ലിമായി അല്ലാഹുവിന്റെ ഹബീബിന്റെ അനുചരനായി സഹാബിയായി മാറിയല്ലോ. അന്നും ഈ അംർ ഇബ്നുൽ ആസ് മരിച്ചില്ലല്ലോ. അന്ന് ഞാൻ മരിച്ചെങ്കിൽ എന്റെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്റെ റസൂലാകുമല്ലോ. എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ എന്റെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകുമല്ലോ. അന്ന് ആളുകൾ പറയും അംർ ഇബ്നുൽ ആസ് എത്ര നല്ലവനാ, എത്ര ഭാഗ്യശാലിയാ, എത്ര നല്ലവനായിരുന്നെന്ന് ജനം പറയുമായിരുന്നല്ലോ. ആ ഭാഗ്യം ഈ വാപ്പാക്ക് കിട്ടിയില്ല മോനെ. പിന്നെ വാപ്പാക്ക് 3ാമതൊരു കാലമുണ്ടായി. ആ കാലം വാപ്പാ ഒരുപാട് ഭരണസാരഥ്യം ഏറ്റെടുത്ത വാപ്പയാ, പല നാടുകളിലും ഗവർണർ സ്ഥാനം അലങ്കരിച്ച വാപ്പയാ. അന്ന് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ എന്റെ ജീവിതത്തിലും മടിയും അലസതയും ഉണ്ടായിരുന്നോ എനിക്കറിയില്ല. ഇന്നിതാ ഞാൻ മരിക്കാൻ കിടക്കുകയാ. എന്റെ അവസ്ഥ എന്താകുമെന്നതിനെ ഓർത്തിട്ട് വല്ലാത്ത സങ്കടം വരിക. പൊന്നുമോനെ സഹിക്കാൻ പറ്റുന്നില്ലെന്ന് മുഖമതാ ചുമരിനോട് ചേർത്ത് വെച്ചിട്ട് തേങ്ങിക്കരയുന്ന വാപ്പ മഹാനായ സയ്യിദുനാ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു. ഈ ഒരു വേദന എനിക്കോ നിങ്ങൾക്കോ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ മൊത്തത്തിൽ മടിയന്മാരല്ലേ, നമ്മൾ അലസന്മാരല്ലേ? ഇവിടെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഗാനമേളയാണ് നടക്കുന്നതെന്നറിഞ്ഞാൽ ഇവിടെ ജനം ഉൾക്കൊള്ളുവോ? പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളാ നടക്കുന്നതെന്നറിഞ്ഞാൽ ഇവിടെ ഈ സംഘാടകർക്ക് നിയന്ത്രിക്കാൻ പറ്റുവോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ അല്ലാഹു തന്നു. ആ അനുഗ്രഹങ്ങളൊക്കെ ആവോളം ആസ്വദിച്ചുകൊണ്ട് ഇപ്പോഴും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ റബ്ബിന് വേണ്ടി, എന്റെ നാഥിന് വേണ്ടി, എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സംരക്ഷകനായ സംഹാരകനായ എന്റെ സർവഗുണ സമ്പൂർണനായ റബ്ബുൽ അലീമിനു വേണ്ടി ഞാൻ എന്റെ ജീവിതത്തിൽ എന്താ കൊടുക്കുന്നത്, ഞാൻ എന്റെ റബ്ബിന് വേണ്ടി എന്താ സമർപ്പിക്കുന്നത്? ആ ഒരു ബോധത്തോടെ അലസതയുടെ മട്ടുപാവിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മടിയുടെ എല്ലാ മൂടുപടങ്ങളും ഇറക്കി വെച്ചിട്ട് എന്റെ റബ്ബിന് വേണ്ടിയിട്ട് ഞാൻ അശ്രദ്ധതയെല്ലാം മാറ്റിവെച്ചിട്ട് സാത്വിക ജീവിതം നയിക്കാൻ എനിക്കോ നിങ്ങൾക്കോ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന സുഹൃതങ്ങളല്ല അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാത്തതിന്റെ തടസ്സമെന്ന് പറയുന്നത് അലസതയും മടിയുമാണ്. അതുണ്ടാകാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ അലസതയും മടിയും ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾ നോക്ക്, ഏറ്റവും കൂടുതൽ ഉറക്കം വരണമെങ്കിൽ ഒരാൾ എന്ത് ചെയ്യണം? പലരും പറഞ്ഞിട്ടുണ്ട്, തമാശക്കാണെങ്കിലും ഉറക്കം വരണമെങ്കിൽ ഖുർആൻ എടുക്കണം. ഉറക്കം വരണമെങ്കിലുള്ള മന്ത്രമാണ് ഖുർആൻ. ഒരു പേജ് ഖുർആൻ ഓതണമെന്നും പറഞ്ഞെടുത്തിട്ട് ഖുർആൻ എടുത്ത് കയ്യിലേക്ക് വെക്കുക. ആദ്യത്തെ വരി പൂർണ്ണമായിട്ട് ഓതും, രണ്ടാമത്തെ വരി ഭാഗികമായിട്ട് ഓതും. പിന്നെ നമ്മൾ കാണുന്നത് ബാക്കിയുള്ള എല്ലാ വരിയും ഒരു വരിയിലാണോ എന്ന് തോന്നിപ്പോകും. എല്ലാം കൂടി കലർന്ന് കിടക്കുക അല്ലേ? നമുക്കത് ഓതാനോ അതിനെ പൂർത്തീകരിക്കാനോ പറ്റാത്ത നിലയിൽ അപ്പോഴും നമ്മൾ ഉറങ്ങിപ്പോവാൻ. എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതത്തിന്റെ അലസത മുഴുവനും ബാധിച്ചിരിക്കുന്നത് ഇബാദത്തുകളിലാണ്. സിനിമയ്ക്ക് പോയി തിയേറ്ററിൽ നിന്ന് ഉറങ്ങിയ ഒരാളെ ചരിത്രത്തിൽ നിങ്ങൾ കാണിച്ചതാ. 2 മണിക്കൂറില്ലേ സിനിമ? ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എത്ര മണിക്കൂറാ സിനിമ? ആധാരം ഉണ്ടല്ലോ, എല്ലാരും മുത്തക്കിങ്ങളാ. 2 മണിക്കൂറാണ് സിനിമ എന്നാണ് എന്റെ വിശ്വാസം. പോട്ടെ, അല്ലെങ്കിൽ 2.5 മണിക്കൂർ. 2.5 മണിക്കൂർ സിനിമ തിയേറ്ററിൽ നിന്ന് ഉറങ്ങിപ്പോയ ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 2.5 മണിക്കൂറിൽ നിന്ന് അതിന്റെ ശതമാനത്തെ ഒന്ന് കുറച്ചിട്ട് 25 മിനിറ്റ് എടുക്കും. 25 മിനിറ്റ് ജുമഅയ്ക്ക് പള്ളിയിൽ നിന്ന് ഉറങ്ങാത്ത ഒരാളിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ?
പെണ്ണുങ്ങൾക്കറിയില്ല. ഏറ്റവും നല്ല ഉറക്കം കിട്ടുന്നത് എപ്പോഴാണെന്നറിയോ? ഖത്തീബ് മിമ്പറിലോട്ട് കയറുന്ന സമയം മുതൽ ഇറങ്ങുന്ന സമയം വരെ. എന്തൊരു ശാന്തമായ ഉറക്കം, എത്ര സുന്ദരമായ ഉറക്കം. കാരണം എന്താ? തിയേറ്ററിൽ ഇബാദത്തല്ല, പള്ളിയിൽ ഇബാദത്താണ്. ഇബാദത്തിൽ മാത്രമേ നമുക്ക് അലസതയുള്ളൂ, ബാക്കി ഒന്നിലും നമുക്ക് അലസതയില്ല. വഅള് കേൾക്കാൻ വരുമ്പോഴാണോ ഉറക്കം വരുന്നത്? ഗാനമേളയ്ക്ക് പോകുമ്പോഴാണോ? വഅള് കേൾക്കാൻ വരുമ്പോഴാണോ നമ്മുടെ ഉറക്കം? അല്ലേ? ഗാനമേളയ്ക്ക് പോയ ഇടയ്ക്ക് ചായ തരുവോ? തരൂല, ഒന്നും തരില്ല. എന്നാലും നമ്മൾ ഉറങ്ങൂല. എന്തൊരാവേശത്തോടു കൂടിയിരിക്കും. അത് പാട്ട്, ഇത് പ്രസംഗമല്ലേ? അല്ല, അല്ല, അത് നമ്മുടെ സമയം കൊല്ലുന്നതും ഇത് നമ്മുടെ സമയം ഭാസുരമാക്കുന്നതും, അത് നമുക്ക് ഉപയോഗമില്ലാത്തതും ഇത് നമുക്ക് ഉപയോഗമുള്ളതും. ഞാൻ ആരെയും വിമർശിക്കുന്നതല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ആരോടും ഒരു വിയോജിപ്പില്ല. ഇന്നലെ ഞാൻ കോഴിക്കോട് ട്രെയിനിൽ പ്രസംഗത്തിന്, ഇന്നലെ കോഴിക്കോട് താമരശ്ശേരി, അവിടെ പ്രസംഗത്തിന് വേണ്ടി പോകുമ്പോൾ ആസിഫ് കാപ്പാട് എന്ന് പറയുന്ന, അങ്ങനല്ലേ പേര്? ആസിഫ് കാപ്പാട് അല്ലേ? ആസിഫ് കാപ്പാട് എന്ന് പറയുന്ന ഒരു ഗായകൻ, അയാൾ ഞാനിരിക്കുന്ന ആ സ്ഥലത്ത് അദ്ദേഹം ഇരുന്നത്. അപ്പൊ എന്നെ അദ്ദേഹത്തിനും അറിയാം, എനിക്ക് അദ്ദേഹത്തിനെ അറിയാം. നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. നമുക്ക് പാട്ടുകാരോട് വിയോജിപ്പോ വെറുപ്പോ ഒന്നുമില്ല. നമുക്ക് വെറുപ്പ് ആരോടുമില്ല, അവർക്ക് നമ്മളോടുമില്ല. പ്രൊഫഷണൽ വേറെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. നമ്മുടെയൊക്കെ ഒരു നാട്ടിൽ ഒരു മഹാന്റെ പേരിൽ ഒരു ഉറൂസ് നടക്കാൻ. ഉറൂസ് എന്ന പേര് കേൾക്കുമ്പോഴേ ഇപ്പൊ പലർക്കും വിഷമം ഉണ്ടാക്കിയ നമ്മൾ തന്നെ, ഒരു സംശയ കാര്യത്തിലില്ല. ആ വിഷമം ഉണ്ടാക്കിയ നമ്മൾ തന്നെ. ആ ഉറൂസിന് എന്തുകൊണ്ടാണ് അതിന്റെ ഉറൂസ് നടക്കുന്നതിന്റെ കൂട്ടത്തില് പിന്നെ എന്താണ്, പിന്നെ മരണക്കിണർ. മരണക്കിണർ. ഇവിടെ ഉസ്താദ് മരണത്തെ പറ്റി പ്രസംഗിക്കും, വേദിയുടെ അപ്പുറത്ത് മരണക്കിണർ. പിന്നെ ഈ കമുക് തോളത്ത് വെച്ചുകൊണ്ട് നാട് ചുറ്റുക, പിന്നെ ചെണ്ടമേളം. ഇതൊക്കെ എന്തുകൊണ്ടാ വെക്കുന്നത്? മഹാൻ ഇഷ്ടമുള്ളത് കൊണ്ടല്ല, ഇത് ഖുർആന്റെയോ ഹദീസിന്റെയോ പിൻബലമുള്ളത് കൊണ്ടുമല്ല. പക്ഷേ ആളുകൾ വന്നാലല്ലേ ഞങ്ങൾക്ക് പൈസ കിട്ടൂ. ആളുകളെ വരുത്താൻ ഉസ്താദിന്റെ പ്രസംഗം കൊണ്ട് നടക്കൂല, ഏതെങ്കിലും ഖാരിഇന്റെ ഖിറാഅത്ത് കൊണ്ട് നടക്കൂല, ഏതെങ്കിലും മാദിഹിന്റെ മദ്ഹ് കൊണ്ട് നടക്കൂല. നടക്കണമെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. അപ്പോ അലസത എവിടെയാ കൂടുതൽ വരുന്നത്? ആരാധനകളിൽ മാത്രം. ബാക്കി ഒരിടത്തും ഒരിക്കലും അലസത വരൂല. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ഇബാദത്തുകൾ കബൂലാക്കണോ? അലസത ഇല്ലാതിരിക്കുക. 2 ചുരുക്കി പറയാം. മൂന്നാമത്തേത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? മൂന്നാമതായിട്ട് നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹു ഖബൂൽ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വളരെ ശ്രദ്ധയോടെ പ്രിയപ്പെട്ടവര് കേൾക്കണേ. മൂന്നാമതായി ചെയ്യാനുള്ളത്, അല്ലാഹുവിന്റെ പൊരുത്തമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കല്ലേ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയില് അള്ളാന്റെ പൊരുത്തമാണ്. വേറെ ആരുടെയും സ്തുതിപാഠനങ്ങൾ ഞങ്ങൾക്ക് വേണ്ട, ആരുടെയും മദ്ഹുകൾ ഞങ്ങൾക്ക് വേണ്ട. ഒരാളും ഞങ്ങളെപ്പറ്റി പുകഴ്ത്തി പറയണ്ട, ഒരാളും ഞങ്ങളെപ്പറ്റി ഇകഴ്ത്തുകയും വേണ്ട. ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഞാൻ ചെയ്യുന്നത് എന്റെ പടച്ചോന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ട സഹോദര, ഒരാൾക്ക് എന്തെങ്കിലും നമ്മൾ കൊടുത്തെന്നിരിക്കട്ടെ. ഒരു ചായ വാങ്ങിക്കൊടുത്തു, വഴി നിന്നൊരുത്തൻ ഒരു ചായ വാങ്ങിക്കൊടുത്തു. ലക്ഷ്യം 2ആണ്. ഒന്ന്, അവൻ ചായ കുടിച്ചിട്ട് പറയണം ഒരു നന്ദി വാക്ക്, ഒരു താങ്ക്സ്. പിന്നെ രണ്ടാമതൊരു ഉദ്ദേശം എന്താണെന്നറിയോ? നാളെ ഞാൻ കാശില്ലാതെ വരുമ്പോ നീ എനിക്ക് ചായ വാങ്ങി തരണം. ഞാൻ കാശില്ലാത്തൊരു സാഹചര്യം വരും, അപ്പൊ നീ എനിക്ക് തരണം. ഇതല്ലേ മോളെ കെട്ടിക്കുമ്പോ അപ്പുറത്തെ വീട്ടില് മലയാള മനോരമ പത്രത്തിന്റെ അത് പോണ്ട ഇല്ലല്ല, ആ പത്രം ഇല്ലെന്ന് തോന്നുന്നല്ലേ? ഉണ്ടോ? ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കോളി മുസ്ലിം സമുദായത്തിന്റെ വീട്ടിൽ. അപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പത്രത്തിന്റെ പേപ്പറിൽ ഒരു 100 രൂപ പൊതിയും അപ്പുറത്തെ വീട്ടിലെ കല്യാണത്തിന് കൊണ്ട് കൊടുക്കും. ആ കല്യാണത്തിന് കൊണ്ട് ഇങ്ങനെ കൊടുക്കാൻ എന്താണ് ഉദ്ദേശം? ഒന്ന്, കല്യാണത്തിന് വന്ന് സഹായിച്ചു, നിങ്ങളെ വന്ന ആ ഇടപെടൽ വളരെ സന്തോഷം. 2, എന്റെ മോളെ കെട്ടിക്കുമ്പോ 100-150 ആക്കി തിരിച്ചു തരണം. ഇതല്ലേ ഇതിന് ജസാ ഷുക്കൂർ എന്നാണ് അറബിയിൽ പറയുന്നത്.
ജസാ ശുക്കൂർ. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഏത് കാര്യം നിങ്ങൾ ചെയ്താലും ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. സൂറത്തുൽ ഇൻസാനിൽ അല്ലാഹു പഠിപ്പിക്കുകയാ, സഹോദരങ്ങളെ, പാവപ്പെട്ടവന്റെ വിശപ്പ് മാറ്റി കൊടുക്കുന്നവര്, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവന് ഭക്ഷണം കൊടുക്കുന്നവര്, നിങ്ങളുടെ ലക്ഷ്യം എന്താകണം? ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ കൊടുക്കുമ്പോ നാളെ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് വോട്ട് തരണമെന്നല്ല ചിന്തിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ നാളെ പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾ തിരിച്ചുകൊണ്ട് തരണമെന്നല്ല പറയേണ്ടത് എന്താണ്? അല്ല പറയുന്നു, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തന്നത്, നിങ്ങൾക്ക് ജലപാനം നടത്തിയത്, നിങ്ങൾക്ക് ഉടുതുണിക്ക് മറുതുണി വാങ്ങി തന്നത്, നിങ്ങൾക്ക് വീട് വെക്കാൻ സ്ഥലം തന്നത്, ഉള്ള സ്ഥലത്ത് വീട് വെക്കാൻ എന്തെങ്കിലും സാധനങ്ങൾ തന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മകളെ കെട്ടിക്കാൻ ഞാൻ സഹായിച്ചിട്ടുള്ളത്, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്, എന്റെ പടച്ച തമ്പുരാന്റെ വജ്ഹ്, എന്റെ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാ ഞാൻ ചെയ്തത്. ലാ നുരീദു മിൻകും ജസാഅ, നിങ്ങളിൽ നിന്ന് നാളൊരു സമയത്ത് പകരം കിട്ടണമെന്ന പ്രതീക്ഷ എനിക്കില്ല. വലാ ശുകൂറോ, ഒരു സ്പെഷ്യൽ താങ്ക്സ് പോലും എനിക്ക് വേണ്ട. സഹോദരങ്ങളെ, അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയാണ്, മഹാനായ അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി വര്യനിൽ നിന്ന് ഇമാം നസായി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വന്നുവത്രേ, ഹബീബായ പ്രവാചകന്റെ സമക്ഷത്തിലേക്ക് വന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകനോട് അദ്ദേഹം ചോദിക്കുകയാ, അറഅയ്ത റജുലൻ ഗസ്സാ യൽതമിസു അൽ അജ്റ വദ്ദിക്റ മാ ലഹു യാ റസൂലല്ലാഹ്. അയാൾ ചോദിക്കുകയാണ് നബി തങ്ങളോട്, നബിയേ, അറഅയ്ത റജുലൻ ഗസ്സാ, ഒരു മനുഷ്യൻ യുദ്ധം ചെയ്തു, യൽതമിസുൽ അജ്റ, അയാൾ പടച്ചവന്റെ കൂലി പ്രതീക്ഷിക്കുന്നുണ്ട്, ഒപ്പം വദ്ദിക്റ, ആളുകൾ നല്ലത് പറയുന്നതിനെയും ഉദ്ദേശിക്കുന്നുണ്ട്. ആളുകൾ പറയണം അവന് ധീരനാ, അവൻ വില്ലനാ, അവൻ വില്ലാളി വീരനാ, അവൻ വിജിഗീഷുവ, ഇത് ആളുകൾ പറയുന്നതിനെ ഉദ്ദേശിക്കുന്നുണ്ട്, ഒപ്പം അള്ളാന്റെ കൂലിയും പ്രതീക്ഷിക്കുന്നുണ്ട്. മാലഹു യാ റസൂലല്ലാഹ്, അവൻ എന്താണ് കിട്ടുന്നത്? അള്ളാന്റെ റസൂലേ, സുന്ദരമായ ആ പൊൻചമ്പകപ്പൂ ചിന്തിന്റെ ഉടമയേ, അവിടുന്ന് പറയുന്നു, ലാ ശൈഅ ലാ, അവനൊന്നും കിട്ടൂല. വീണ്ടും ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ലാ ശൈഅ ലാ. വീണ്ടും ചോദിച്ചു, റസൂൽ പറഞ്ഞു ലാ ശൈഅ ലാ. 3 വട്ടം ചോദിച്ചപ്പോഴും റസൂലുള്ള പറഞ്ഞത് അവന് ഒന്നും കിട്ടൂലെന്ന് തന്നെയാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പ്രഖ്യാപിച്ചത് എന്തെന്നറിയോ? ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമലി ഇല്ലാ മാ കാന ലഹു ഖാലിസാ വബ്തഗാ ബിഹി വജ്ഹാ. അല്ലാഹുവിന്റെ വജ്ഹിനെ കാംക്ഷിക്കുന്നവന് മാത്രമാണ്, അല്ലാഹുവിന്റെ വജ്ഹിനെ കാംക്ഷിക്കുന്നവന് മാത്രമാണ് അല്ലാഹു അമലുകളെ സ്വീകരിക്കുന്നത്. അതാണ് ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്. അള്ളാന്റെ വജ്ഹിന് വേണ്ടിയിട്ട് ഞാനിതാ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നു, എന്റെ റബ്ബിന്റെ വജ്ഹിന് വേണ്ടിയിട്ട് ഞാനിപ്പോ പ്രസംഗിക്കാൻ. എന്തിനാ പ്രസംഗിക്കുന്നത്? ആളുകൾ നല്ലത് പറയട്ടെ, ഒപ്പം അള്ളാന്റെ കൂലിയും കിട്ടട്ടെ. എന്നാ അള്ളാന്റെ കൂലിയും കിട്ടൂല. ജനങ്ങൾ പറയാതിരിക്കെ, പറഞ്ഞപ്പോ എന്ത്, പറഞ്ഞില്ലെങ്കിൽ എന്ത്. പക്ഷേ കൂലി വേണമെങ്കിൽ എനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഖാലിസൻ വജ്ഹ, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം, എനിക്ക് അവന്റെ തൃപ്തി മാത്രം മതി. ആ നിലയിൽ ഒരാള് എന്ത് പ്രവർത്തി ചെയ്താലും അള്ളാഹു അത് കബൂൽ ചെയ്യും. നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ചോദിച്ചാൽ, അള്ളാന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, നബിയെ, ഒരാൾ എന്താ ഈ ഗസ എന്ന് പറഞ്ഞാൽ? അള്ളാന്റെ റസൂലിന്റെ അടുത്ത് വന്ന് ചോദിച്ചത് ഗസ, അയാൾ യുദ്ധം ചെയ്തു. ഈ ഗസ നമ്മൾ കേട്ടിട്ടില്ലേ? ഗസ നമ്മളിപ്പോ കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേടല്ലേ? എവിടെയാണ് നിങ്ങൾ അറിഞ്ഞില്ലേ? ഫലസ്തീനിലെ ഗസയിലാണ് ഇസ്രയേൽ നരനായാട്ട് നടത്തുന്നത്. ഗസ അറബിയിൽ അതിന് പറയുന്നത് യുദ്ധം ചെയ്തു എന്നാണ്. 40 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഫലസ്തീനിലെ ഒരു തുരുത്തിൽ
ലോക രാജ്യങ്ങൾ, പാശ്ചാത്യ രാജ്യങ്ങൾ, സമ്പന്ന രാജ്യങ്ങൾ അവർ ഇന്നും അന്നും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. പിടിച്ചു നിൽക്കുക 40 കിലോമീറ്ററിന്റെ ചുറ്റളവിലുള്ള ഗസ നിവാസികൾ. ഇന്നലെ ഒരു അധ്യാപകൻ, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു അധ്യാപകൻ, അദ്ദേഹം നല്ല ഒരു മിടുക്കനാണ്. അദ്ദേഹം എന്റെ വാട്സപ്പിൽ ഒരു സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഒരു വോയിസും കൂടി ഇട്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഓരോ വർഷവും പുതിയ പുതിയ വേർഡുകൾ ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ ആഡ് ചെയ്യാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉസ്താദ് അടക്കം എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പുതിയ പുതിയ വേർഡുകൾ ഡിക്ഷണറിയിൽ ആഡ് ചെയ്യാറുണ്ട് ഓരോ വർഷവും. ന്യൂ അപ്ഡേഷൻ ആണ്. പുതിയ ഒരു വേർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ആ വേർഡിന്റെ ആ പദം, ആ വേർഡ് ഇസ്രയേലിഡ് എന്നാണ്. ഇസ്രയേലിഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ സ്ഥാനം പിടിച്ചൊരു വേർഡാണ്. എന്നിട്ട് അതിന്റെ അർത്ഥം ഡിക്ഷണറിയിൽ കൊടുത്തിരിക്കുന്നത് ഒരാൾക്കൊരു സൗകര്യം ചെയ്തു കൊടുക്കുക, ഈ സൗകര്യം കിട്ടിയ ആൾ ആ സൗകര്യം കൊടുത്ത ആളിനെ പുറത്താക്കുക, എന്നിട്ട് അത് കൈവശം വെക്കുക. അതാണ് ഇസ്രയേലിഡ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥമെന്ന് പുതിയ ഡിക്ഷണറിയിൽ ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു യുദ്ധം കൊണ്ട് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ ഒരു വേർഡ് ഇടം പിടിക്കുന്നു. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, ഗസ എന്ന് പറഞ്ഞാൽ ഒരു നാടിന്റെ പേരാ ഗസ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നു പറഞ്ഞ സഹാബിയുടെ ആ സഹാബി പറഞ്ഞത്, നബിയെ അറഅയ്ത റജുലൻ ഗസ, അയാൾ യുദ്ധം ചെയ്തു. അള്ളാഹു സാന്ദർഭികമായിട്ട് ഞാൻ പറഞ്ഞതാണ്, മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുന്നതിന് 3ാമത്തെ നിബന്ധന, 1 ഭക്തി, 2 അലസതയില്ലാതിരിക്കുക, 3 അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം കാംക്ഷിക്കുക. എന്റെ റബ്ബിന്റെ പൊരുത്തം മാത്രം മതി. അതിനുവേണ്ടിയാകണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ സുഹൃതങ്ങളും. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി 4ാമത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇത് ഞാൻ പറയുന്നത് നാളത്തെ സുബഹി മുതൽ, നാളത്തെ സുബഹി നമസ്കാരം മുതൽ, നാളെ അടുക്കളയിലെ പ്രഭാത ഭക്ഷണം പാകം ചെയ്യുന്നത് മുതൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ ഇബാദത്തുകളെ ഏറ്റവും നല്ല കബൂലിയത്തുള്ളതാക്കാ ഖുർആൻ പറഞ്ഞ മാനദണ്ഡങ്ങളാ. അതിൽ 4ാമത്തേത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ, ആരാധന ചെയ്യുമ്പോൾ, ആ വീട് ദീനിയായ രീതിയിൽ പരിശുദ്ധമായ ദീനിന്റെ മാഹവിലുള്ള വീടായിരിക്കണം. നമ്മുടെ വീട് നല്ല ദീനി ചിട്ടയുള്ള വീടായിരിക്കണമെന്നുള്ളതാ. വിശുദ്ധ ഖുർആൻ ഒരു പ്രാർത്ഥന പറയുന്നുണ്ട് സൂറത്തുൽ അഹ്ഖാഫിൽ, റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅന അഅമല സാലിഹൻ തർലാ വഅസ്ലിഹ് ലീ ഫീ ദുരിയതി ഉലൈക അല്ലദീന നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലൂ. സഹോദരിമാർ, അടിവരയിട്ട് കേൾക്കേണ്ട വിഷയമാണ്. നിങ്ങളോടാണ് എനിക്ക് ഈ വിഷയം പറയാനുള്ളത്. കാരണം ഭർത്താവ് വെച്ച വീട്ടിന്റെ ഉത്തരവാദിത്വം ഒരു പെണ്ണിനാണ്. ഒരു നാടിന്റെ ഉത്ഥാന പതനം ഒരു പെണ്ണിലൂടെയാണ്. ഒരു നാടിന്റെ നിർമ്മാണാത്മകതയും സംഹാരാത്മകതയും ഒരു പെണ്ണിലൂടെയാണ്. നിങ്ങൾക്കറിയോ, നോഹി നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ മുങ്ങിച്ചാകാ നേരത്തെ വിളിച്ചു, വാടാ മോനെ, കപ്പലിൽ കയറടാ. ആ സമയത്ത് മകന് ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, വാപ്പ വിളിക്കുന്നു, എന്താ ചെയ്യേണ്ടത്? ഉമ്മ പറഞ്ഞു, പോകല്ലടാ, വാപ്പാക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു. ആ മോൻ മുങ്ങി ചത്തുപോയി. കാനമിനൽ മുഗറഖീ, ആ മകൻ ചത്തുപോയി, മുങ്ങി ചത്തുപോയി.
ഇതേപോലത്തെ ഒരു പ്രവാചകന് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പൊന്നുമോനെ വിളിച്ചിട്ട് പറഞ്ഞു, വാടാ നിന്നെ കൊല്ലാൻ പോവാ, നിന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് ബലി കൊടുക്കാൻ പോവുകയാ. മോൻ ചെന്നിട്ട് ഉമ്മയോട് ചോദിച്ചു, ഉമ്മ ഞാൻ എന്തു വേണം? ഉമ്മ പറഞ്ഞു, പോടാ, വാപ്പ പ്രവാചകനാണ്, കൂടെ പോടാ. ആ മകനെ അള്ളാഹു രക്ഷപ്പെടുത്തിയില്ലേ? രക്ഷപ്പെടുത്താൻ വിളിച്ച മോനെ അള്ളാഹു മുക്കിക്കുന്നത്, കൊല്ലാൻ വേണ്ടി വിളിച്ച മോനെ അള്ളാഹു രക്ഷപ്പെടുത്തിയത്. ഇത് രണ്ടിന്റെയും ഉത്തരവാദിത്വം അവരുടെ ഉമ്മയായിരുന്നു. ഒരു പെണ്ണ് വിചാരിച്ചാ നടക്കുമെല്ലാം. ഈ അടുത്ത സമയത്ത് കണ്ടില്ലേ, ഒരു മൊയ്ലിയാരെ കുരുക്കാൻ വേണ്ടിയിട്ട്, ഒരു മുസ്ലിയാരെ കുരുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറഞ്ഞു പരത്തി. അവസാനം അയാളെ പള്ളിയിൽ നിന്ന് പറഞ്ഞു വിടാൻ തീരുമാനിച്ചു. അപ്പൊ ഒരു പെണ്ണ് വിളിച്ചിട്ട് പറയാണ്, ഇപ്പൊ മനസ്സിലായ ഉസ്താദേ, ഒരു പെണ്ണ് വിചാരിച്ച എല്ലാം നടക്കുമെന്ന്. ശരിയാണ്, ഒരു ഭരണം ഇളക്കി മറിക്കാൻ കേരളത്തിൽ പെണ്ണിന് സാധിച്ചു അല്ലേ? പെണ്ണ് വിചാരിച്ച നടക്കാത്തൊന്നുമില്ല. പെണ്ണിന്റെ പിറകെ ഞൊണ്ടി നിന്നാൽ തെണ്ടി, മിണ്ടിക്കഴിഞ്ഞാൽ ഉണ്ട് കുണ്ടാം മണ്ടി അല്ലേ? പെണ്ണിന്റെ പിറകെ ഞൊണ്ടി നിന്നാൽ തെണ്ടി, മിണ്ടിക്കഴിഞ്ഞാൽ ഉണ്ട് കുണ്ടാം മണ്ടി പോയി. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പെണ്ണ് വീട്ടില് വിചാരിച്ചാൽ ആ വീട് നന്നാവും. ഭർത്താവിനോട് പറയണം, ചീട്ട് കളിക്കുന്നവനോട് പറയണം, ഭർത്താവിനോട് കൃത്യമായി പറയണം, ചീട്ട് കളിച്ചിട്ട് കിട്ടുന്ന പൈസ ഞങ്ങൾക്ക് തരരുത്, ഞങ്ങൾ പട്ടിണി കിടന്നോളാം. വൈകുന്നേരത്തെ പലിശ, വട്ടിപ്പലിശ, ആ പലിശ എടുക്കുന്ന പൈസ കൊണ്ട് ഞങ്ങൾക്ക് തരരുത്. ഈ ചീട്ടുകളിയും പലിശ വാങ്ങലും ഒന്നും ചിലപ്പോ നമ്മുടെ കൂട്ടത്തിൽ ഇല്ലായിരിക്കാം. പക്ഷേ ഇന്ന് സർവവ്യാപകമായി വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന മാരകമായ ക്യാൻസർ പോലെ പടർന്ന് പന്തലിച്ചു വടവൃക്ഷം പോലെ നിൽക്കുന്ന സംഗതി ലോട്ടറി. ലോട്ടറി എടുക്കാത്ത ആരുമില്ല. ഒരെണ്ണം എടുക്കും, യാസീനടെ കയറ്റി വെക്കും പെട്ടെന്ന് അടിക്കാൻ വേണ്ടിയിട്ട്. ലോട്ടറി ടിക്കറ്റ് എടുക്കുക, ലോട്ടറി ടിക്കറ്റ് പൊരുത്തം ചോദിക്കണം. ഇത് ഏവനൊക്കെ ടിക്കറ്റ് വാങ്ങി അവന്റെ വീട്ടിലൊക്കെ പോയി പൊരുത്തം ചോദിച്ചിട്ട് നീ എടുത്തോ. ആ എല്ലാവനെയും പറ്റിച്ച് നാളെയാണ് 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 എന്ന് പറഞ്ഞാൽ നാളെ കാണിച്ചു തരാടാന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ലക്ഷക്കണക്കിന് രൂപ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചോളാം എന്ന് ധീരമായിട്ട് പറയാൻ പെണ്ണിന് കഴിയണം. അതെങ്ങനെ? ലോട്ടറി ടിക്കറ്റ് എടുത്ത് അടിച്ചാൽ ഭാര്യ പറയുന്നത് എന്താ? നിങ്ങൾ ഇത് ഞങ്ങൾക്ക് തരല്ലെന്നല്ല. ഓ, ഇപ്പോഴെങ്കിലും ഒന്ന് അടിച്ചല്ലോ, അൽഹംദുലില്ലാ, ഇപ്പോഴെങ്കിലും ഒന്ന് അടിച്ചല്ലോ. ഭർത്താവിനെ ഈ ഭാഗ്യദോഷിയാക്കിയിട്ട് ചിത്രീകരിക്കാൻ, ഇപ്പോഴെങ്കിലും നിങ്ങൾക്കൊന്ന് അടിച്ചല്ലോ, ഞാൻ എത്ര നോമ്പ് പിടിച്ചെന്നറിയോ നിങ്ങൾക്ക് ലോട്ടറി അടിക്കാൻ എന്ന് പറയുന്ന ഭാര്യമാരാണ്. പിന്നെ ഇതാരോട് പറയാനാ? നോക്ക്, വിശുദ്ധ ഖുർആൻ പറയുന്നു, റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർലാ. പടച്ചവനെ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും ഇബാദത്തിനുള്ള പ്രചോദനം തരണേ അല്ലാ. എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം തരണേ തമ്പുരാനെ. ഇത് മാതാപിതാക്കൾ എന്ന ഒരു തലമുറയെ പറ്റി പറഞ്ഞെങ്കിൽ ഉടനെ അവന് പറയുന്നു, അല്ലാഹുവേ, എന്റെ സന്താന പരമ്പരകളെ കൂടെ നന്നാക്കണേ അല്ലാ. അല്ലാഹു അങ്ങനത്തെ കുടുംബത്തെ പറ്റി പറഞ്ഞത് എന്തെന്നറിയോ? ഉലൈകല്ലദീന നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലൂ. ആ വീട്ടിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ അല്ലാഹു ഖബൂലിയത്ത് കൊടുക്കുന്നതാ, അല്ലാഹു സ്വീകരിക്കുന്നതാ. ഇനി മനസ്സിലാകാൻ മറ്റൊരു ഭാഷയിൽ പറയാ, ഞാൻ നല്ലവനാണ്, പക്ഷേ പ്രിയപ്പെട്ടവരെ, എന്റെ വാപ്പ അധ്വാനിച്ചുകൊണ്ട് തരുന്നത് ഹറാമാണെങ്കിൽ എന്റെ ഇബാദത്തുകൾ എവിടെ പോയി? ഇനി പോട്ടെ, നമ്മുടെ മാപ്പയും ഉമ്മയും ശരിയാണ്, പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കള് പിഴച്ച മക്കളാണെങ്കിൽ, നിങ്ങളുടെ മക്കള് ഹറാമായ ഭക്ഷണം, ഹറാമായ പൈസ സമ്പാദിക്കുന്ന മക്കളാണെങ്കിൽ, ഞാനൊന്ന് ചോദിക്കട്ടെ, വാപ്പ മരിച്ചു, വാപ്പ നല്ല ആബിദാണ്, സാത്വികനാണ്, വലിയ വലിയ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ്, പള്ളിയെ ശരണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളാ. വാപ്പയുടെ മക്കളോ പലിശക്കാരാണ്, മറ്റ് മോശമായ രീതിയിൽ പണം സമ്പാദിക്കുന്നവനാണ്. ഈ വാപ്പ മരിച്ചപ്പോൾ മക്കള് വന്നിട്ട് പറയുന്നു, കഫം പടവ എന്റെ വക.
പലിശക്കാരനായ മോൻ പറയുന്നു കഫൻ പുടവ എന്റെ വക. അടുത്ത തട്ടിപ്പുകാരനായ മോൻ പറയുന്നു പലക എന്റെ വക. അപ്പൊ അടുത്ത വേറൊരു തട്ടിപ്പുകാരനായ മോള് പറയുന്നു, അല്ലെങ്കിൽ തട്ടിപ്പുകാരിയായ മോള് പറയുന്നു ഖബർ വെട്ടുന്നതിന്റെ പൈസ എന്റെ വക. അപ്പൊ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന മരുമക്കള് പറയുന്നു, അവരും ഇതിനൊക്കെ എല്ലാ നിലയിലും കൊടപിടിക്കുന്നവരാ. അവര് പറയുന്നു 3 എന്റെ വക, 7 അവന്റെ വക, 11 അവന്റെ വക. അപ്പാടെ കാര്യം കുശാലായി. ഖബറായി, പലകയായി, കഫംപുടവയായി, 3-ാം വാദ്യായി, 7ആയി, 11ആയി. അൽഹംദുലില്ലാ. കിട്ടുന്ന ഇടിക്ക് യാതൊരു ഹദ്ദും ഹസുറും ഉണ്ടാവൂല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിക്കാൻ നേരത്ത് പറഞ്ഞെന്താ? പൊന്നുമോനെ അബ്ദുറഹ്മാൻ എങ്ങ് വാ. അടുത്തേക്ക് വിളിച്ചിട്ട് മോനെ, പ്രിയപ്പെട്ട മോനോട് പറഞ്ഞു, പൊന്നുമോനെ, ഞാൻ മരിച്ചാൽ എന്റെ ഈ ഡ്രസ്, എന്റെ ഈ തുണി, അതുകൊണ്ട് നീ കഫൻ പൊതിയണം. എത്ര വാപ്പമാർക്ക് അറിയാൻ പറ്റും നമ്മൾ പിന്നെ ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് അല്ലാഹുവിൽ അത്രയും വിശ്വാസം ഉണ്ടെങ്കിലും നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഏവനെങ്കിലുമൊക്കെ എന്തെങ്കിലും കാണിച്ചെന്നും പറഞ്ഞ് അതെല്ലാം കൂടെ അള്ളാഹു നമ്മളെ ശിക്ഷിക്കുന്ന രീതിയിൽ നിങ്ങൾ അള്ളാഹനെ ക്രൂരനായിട്ട് മനസ്സിലാക്കുകയൊന്നും വേണ്ട. പക്ഷേ നമുക്ക് ഒരു റാഹത്തുണ്ടല്ലോ. ഖബർ മുതലാണല്ലോ യഥാർത്ഥ ജീവിതം ആരംഭിക്കുക. നമ്മൾ പറയുന്നത് എന്താ? പോയി എല്ലാം തീർന്നു, ഖബറോടുകൂടി തീർന്നു. അല്ല, ഖബറോടുകൂടി ആരംഭിക്കുന്നേ ഉള്ളൂ. ഖബറോടുകൂടി ആരംഭിക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ വന്നിരുന്നു, തണലു പറ്റി, ആ തണലു മാറി നമ്മൾ എണീറ്റ് പോയി. എത്രയാണ് ദുനിയാവ്? ഒന്നുമില്ല. ഖബർ മുതലാണ് അങ്ങോട്ട് തുടങ്ങുന്നത് ജീവിതം. അപ്പൊ ആ ജീവിതത്തിൽ നമുക്കൊരു റാഹത്ത് വേണ്ടേ, സന്തോഷം വേണ്ടേ? അത് നമ്മൾ അറിയോ ഉസ്താദെ? അറിയുമല്ലോ. നമ്മുടെ ജീവിതത്തിലെ ആളുകൾ, നമ്മുടെ മക്കളുടെ പ്രവർത്തനങ്ങൾ ഖബറിലേക്ക് ഒരു മലക്ക് വഴി അള്ളാഹു എത്തിച്ചു തരും. നല്ല പ്രവർത്തനങ്ങളാണ് മക്കൾ ചെയ്യുന്നതെങ്കിൽ ഖബറിൽ കിടന്ന് വാപ്പ ഇസ്തബ്ശിറു ബിഹി കണ്ട് സന്തോഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലെങ്കിലോ ആ ഖബറിൽ കിടന്നിട്ട് അവർ ദുആരക്കും, അല്ലാഹുമ്മ ലാ തുമിത്തുഹും ഹത്താ തഹ്ദിയഹും കമാ ഹദൈതന. ഞങ്ങൾക്ക് ഹിദായത്ത് എന്നതുപോലെ അവർക്ക് ഹിദായത്ത് കൊടുക്കുവോളം അവരെ നീ മരിപ്പിക്കല്ലേ റബ്ബേ എന്ന് ഖബറിൽ കിടന്ന് നമുക്ക് വേണ്ടി ദുആരക്കാം. മരിച്ചു പോയവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും 1000 രൂപ കൊടുത്ത് ദുആരക്കാൻ പറഞ്ഞാൽ പിശുക്ക്. ഖബറിൽ കിടന്ന പാവങ്ങൾ നമുക്ക് വേണ്ടി ഇപ്പോഴും ദുആരന്നോണ്ട് നടക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബ പശ്ചാത്തലം നന്നാക്കുക. മക്കളോട് പറ, എന്തിനാണ് മക്കളെ നിങ്ങൾ അങ്ങനെ ഒന്നും പോകരുത്. മോഷ്ടാക്കളായ മക്കൾ, പിടിച്ചു പറിയന്മാരായ മക്കൾ, കള്ളക്കടത്ത് നടത്തുന്ന മക്കൾ, പിന്നെ അനുഗ്രഹീതമായ തട്ടിപ്പുകളുണ്ട്. പൈസ വാങ്ങിയിട്ട് വിളിക്കുമ്പോ എവിടെ ഉണ്ട്? അത് ഞാനേ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത്. എവിടെ? തട്ടിപ്പാണ്. അവന്റെയൊക്കെ DP എടുത്ത് നോക്കിയാൽ ഇങ്ങനെ ആയിരിക്കും, എനിക്ക് എന്റെ അള്ളാഹും റസൂലും മതി, അതായിരിക്കും. ചിലപ്പോ ഖുർആൻ ഓതുന്ന ഫോട്ടോ ആയിരിക്കും ഇട്ടിരിക്കുന്നത്. ആണ ഇടുന്നത് മുഹിയുദ്ദീൻ ഷെയ്ഖിനെ കൊണ്ടും ഗൗസുൽ ആലമിനെ കൊണ്ടും റിഫായി ഷെയ്ഖിനെ കൊണ്ടൊക്കെ ആയിരിക്കും. തട്ടിപ്പിന്റെ ന്യൂ വെർഷനാണ് ഇതൊക്കെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കളോട് നമ്മൾ നിർദ്ദേശം കൊടുക്കും. മക്കളെ, ഹറാമായതൊന്നും ഞങ്ങൾക്ക് നിങ്ങൾ തരരുത്. പ്രായമായി ഞങ്ങൾ മരണത്തിലേക്ക് കാലെടുത്തു വെച്ചിരിക്കുകയാണ്. ഹറാം ഞങ്ങളെ തീറ്റിപ്പിക്കരുത്. വാപ്പയോടും ഉമ്മയോടും ചെറുപ്പക്കാരായ മക്കൾ പറയണം, കല്യാണത്തിന് ഹറാമായതൊന്നും ഞങ്ങൾക്ക് നടത്തരുത്. അത് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികൾ പറയണം. കല്യാണത്തിന്റെ അന്ന് പുതിയ പെണ്ണായി ഒരുങ്ങിയിരിക്കുന്ന, നമ്മുടെയൊക്കെ നാട്ടിലെ കല്യാണം ഉച്ചയ്ക്കാണല്ലോ. 11:30 മണിക്ക് നിക്കാഹ്, 11:30 മണിയുടെയും 12-ന്റെയും ഇടയിൽ നിക്കാഹ്. എന്റെ ഒരു സംശയമാണ്, ഈ കല്യാണത്തിന്റെ അന്ന് ലൊഹർ നിസ്കരിച്ച ഏതെങ്കിലും ചരിത്രത്തിൽ ഒരു പുതിയ പെണ്ണുണ്ടാ? കാരണം ഈ മറുവീട്, ഈ അഭിനയ പൊട്ടിക്കരച്ചിൽ, ഇതൊക്കെ നടക്കുന്നത് 2:30 മണിക്കാണല്ലോ. അവസാനമല്ലേ അവരൊക്കെ കഴിക്കാൻ കൊടുക്കുള്ളൂ. അപ്പൊ ചട്ടിയിലൊക്കെ കൊടുക്കണമെങ്കിൽ അവസാനേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ കഴിപ്പിച്ചിട്ടൊക്കെ എവര് പോകാൻ വേണ്ടിയിട്ട് ഒരു ഭയങ്കരമായ നാടകമൊക്കെ പിന്നെ അങ്ങോട്ട് നടക്കുക. അതുവരെയും ചിരിച്ചോണ്ടിരുന്ന പെണ്ണ് പിന്നെ അങ്ങോട്ട് കരയുക. അതൊക്കെ ഒരു മാമൂലാണ്. അത് കരയാതെ പോയി നോക്കട്ടെ. പണ്ട് മാർക്കം ചെയ്യുമ്പോൾ കരയാത്ത കുട്ടികളെ തൊടയിൽ നുള്ളി കരയിപ്പിക്കുമായിരുന്നു. ഇല്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് വെച്ചിട്ട്.
എന്നതുപോലെ കരയാതെ പോകുന്ന പെണ്ണിനോട് പറയും, നീ ചെയ്ത വളരെ മോശമായി പോയി, നീ കരയാത്തെന്താ? അപ്പൊ ഇതൊക്കെ കഴിയുമ്പോ പുതിയാപ്പയുടെ വീട്ടിൽ ആദ്യമായിട്ട് വലത് കാല് വെച്ച് കയറുകയാണല്ലോ. അപ്പോഴവിടെ എത്തുമ്പോ അസർ എന്തായാലും കഴിയും. സുബഹി നിസ്കരിച്ചിട്ടാണ് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പുട്ടിയൊക്കെ ഇട്ട് നേരെ ഓഡിറ്റോറിയത്തിൽ പോയത്. ഇതിനിടയിൽ ലൊഹർ എപ്പോ നിസ്കരിച്ചു? ലൊഹർ നിസ്കരിച്ച പുതിയ പെണ്ണ് ഏതാ? എനിക്കറിയാം, ലൈവ് ഇപ്പൊ എടുത്ത് നോക്കിയ പൊങ്കാല വീഴുന്നപ്പോ കാണാം. പറയുന്നവന്മാര് പറയട്ടെ, കുരയ്ക്കുന്ന പട്ടികൾ കടിക്കില്ല എന്നാണ്. കുരയ്ക്കുന്നവർ അവിടെ കുരയ്ക്കും, സാർത്ഥവാഹകർ മുന്നേറി പോകും ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കുടുംബ പശ്ചാത്തലങ്ങളെ നന്നാക്കിയെടുക്കണം. ദീനിയായ രീതിയിൽ ബറക്കത്ത് ഉണ്ടാവാൻ വേറെ ഒന്നും വേണ്ട. സമ്പത്ത് ഉണ്ടാവാൻ വീട്ടിലെ പെണ്ണുങ്ങളിരുന്ന് മഗ്‌രിബിന് ശേഷം വാക്കി ഓതണം. ഭർത്താക്കന്മാർ അധ്വാനിക്കാൻ വേണ്ടി പോകണം. അല്ലാതെ ഭർത്താവ് വീട്ടിൽ കയറി കിടന്ന് ഉറങ്ങുകയും ഭാര്യ കടയെ കൊണ്ടിരുത്തുകയും ചെയ്താൽ ആർക്കും വിഷമം തോന്നരുത്. എനിക്കിവിടെ ഒരു നാട് ഒരാളെ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ പൊതുവായൊരു കാര്യമാണ്. ഇനി ഏതെങ്കിലും ഒരു പെൺകുട്ടി കടയിൽ നിൽക്കുന്നു വെച്ചിട്ട് ഗതികേട് കൊണ്ടാൽ മക്കളെ പോറ്റാനാ, അതൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതും അതൊക്കെ നല്ലതും തന്നെയാണ്. അതല്ല ആരും പറയുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, സൂറത്തുൽ വാഖിഅ ഓതുന്ന വീട്ടിൽ ഒരു ദാരിദ്ര്യം ഉണ്ടാവൂല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുമ്പോൾ ഉസ്മാൻ തങ്ങൾ ഖലീഫയാണ്. നേരെ അങ്ങോട്ട് കയറി ചെല്ല, കുറച്ച് പൈസയായിട്ട് ബൈത്തുൽ മാലിൽ നിന്ന്. ഇബ്നു മസ്ഊദ് തങ്ങളെ ചോദിച്ചു, ഇതെന്തിനാ? ഓൻ പറഞ്ഞു, നിങ്ങൾക്ക് തരാനാ. ഓൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ പൈസയൊന്നും വേണ്ട, നിങ്ങൾക്കല്ല, മരിക്കാൻ പോകുന്ന നിങ്ങൾക്ക് പൈസ എന്തിനാ? നിങ്ങൾക്ക് പെമ്മക്കളല്ലേ, അവർക്കിത് ഉപകരിക്കും. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്മാൻ തങ്ങളെ, എന്റെ പെമ്മക്കൾക്ക് ദാരിദ്ര്യം വരൂല, നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എന്താ നിങ്ങൾക്ക് ഇത്രയും ആ ഒരു ഉറപ്പെന്താ? അവൻ പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ വാഖിഅ കുല്ല ലൈലത്തിൻ ലം തുസിബുഹു ഫാഖത്തുൻ അബദ. ഒരു വീട്ടിൽ സൂറത്തുൽ വാഖിഅ ഓതുന്ന എല്ലാ രാത്രികളിലും സൂറത്തുൽ വാഖിഅ ഓതിയാൽ ആ വീട്ടിൽ ദാരിദ്ര്യം വരൂല എന്ന് എന്റെ മുത്ത് റസൂലല്ലേ പഠിപ്പിച്ചത്. എന്റെ മക്കൾ ഇന്ന് വരെ മുടങ്ങിയിട്ടില്ല. ആ ഒരു വിശ്വാസം, ആ ഒരു ഉറപ്പാണത്. എന്തിനാണ് ആളുകളെ പറ്റിച്ചിട്ട് നമ്മൾ തിന്നുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ നാലാമത് നമ്മുടെ അമലുകൾ കബൂൽ ചെയ്യാനുള്ള മാനദണ്ഡം ദീനിയായ ഭവനമാക്കി നമ്മുടെ വീട്ടിനെ മാറ്റണം. മാതാപിതാക്കൾ നല്ലവരാകണം. സന്താനങ്ങളും ആ നിലയ്ക്കാകണം. എന്നാൽ അല്ലാഹു പറയുന്നവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ അല്ലാഹു കബൂൽ ചെയ്യുന്നരാ. സഹോദരാ, ഇത് നാലാമത്തെ കാര്യമാണ്. അഞ്ചാമത് ഏതെന്നറിയോ? അഞ്ചാമത് ഏറ്റവും പ്രധാനമായ കാര്യമാ. ഇന്നും ആളുകൾ ചോദിക്കുന്ന, നിസ്കാരം കഴിഞ്ഞാ പിന്നെ ദുആ ഉണ്ടോ ഉസ്താദേ? വഅള് കഴിഞ്ഞ് ദുആ ഇല്ലേ? സഹോദരങ്ങളെ, നോമ്പ് തുറക്കാൻ നേരത്ത് ദുആ ഇല്ലേ? ഏതൊരു സൽക്കർമ്മങ്ങൾക്കും ദുആ ഉണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഇബ്നു കസീർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരിക്കൽ വഹൈബ് ബിൻ വർദ് റളിയല്ലാഹു തആല അൻഹു വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഓതുകയാണ്. സൂറത്തുൽ ബഖറയിലെ 127ാമത്തെ ആയത്ത് ഓതുകയാ. വഹൈബ് ബിൻ വർദ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്ത് ഓതിയിട്ട് അങ്ങ് കരയാൻ തുടങ്ങി. എന്നിട്ട് മഹാനവറുകൾ ചോദിച്ച ചോദ്യമുണ്ട്. എന്താ ആയത്തെന്നാദി ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോടൊന്ന് ഉണർത്തട്ടെ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ച ചോദ്യമാണ്. എപ്പോഴാണ്? വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത് വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു കഅബയുടെ നിർമ്മാണം നടത്താൻ. ഇബ്രാഹിം നബിയോട് അല്ലാഹ് പറഞ്ഞിട്ടാണ് കഅബയുടെ നിർമ്മാണം നടത്തിയത്. ആ കഅബയുടെ നിർമ്മാണം പൂർത്തിയായപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മാഈൽ നബി അലൈഹിസ്സലാമും അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ചോദിക്കുകയാ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചവനെ, ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹ്, ഞങ്ങളിൽ നിന്ന് നീ ഇത് കബൂൽ ചെയ്യണേ അല്ലാഹ്. സഹോദരങ്ങളെ, എന്ന് പറഞ്ഞാൽ അഞ്ചാമതായി നമ്മൾ ചെയ്യേണ്ടത് പ്രാർത്ഥനയാണ്. ഒരാൾക്കൊരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് നമ്മൾ ദ്വാരക്കണം. മനസ്സുകൊണ്ടെങ്കിലും അല്ലാഹ് നീ കബൂൽ ചെയ്യണേ റബ്ബേ. ഏതൊരു പ്രവൃത്തി ചെയ്തിട്ട് നമ്മൾ പറയണം, അല്ലാഹ് നീ ഇത് കബൂൽ ചെയ്യണേ അല്ലാഹ്. കബൂലിയത്ത് ഉണ്ടാകാൻ ഖുർആൻ പറഞ്ഞ അഞ്ചാമത്തെ നിബന്ധന അത് അല്ലാഹുവിനോട് അതിന്റെ കബൂലിയത്തിനെ തേടലാ.
സഹോദരങ്ങളെ, മഹാനായ ഉഹൈബ് ബിൻ വർദ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്ത് ഓതിയിട്ട് കരയുന്നത് എന്തിനെന്നറിയോ? മഹാനവറുകൾ മഹാനായ ഖലീലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, യാ ഖലീലർ റഹ്മാൻ, അല്ലാഹുവിന്റെ ഖലീലേ, തർഫഉ ഖവായിമ ബൈത്തിർ റഹ്മാൻ, അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ നിർമ്മാണം നടത്തിയിട്ട് നിങ്ങൾ വന്ത മുശ്ഫിഖുൻ അല്ലാ യുതഖബ്ബല മിൻക, നിങ്ങളിൽ നിന്ന് അല്ലാഹു ഖബൂൽ ചെയ്യൂലേ എന്ന ആശങ്ക നിങ്ങൾക്കുണ്ടോ? ഇത് ചോദിച്ചിട്ടാ മഹാനായ ഉഹൈബ് ബിൻ വർദ് റളിയല്ലാഹു അൻഹു കരയുന്നത്. സഹോദരങ്ങളെ, അല്ലാഹ് ചെയ്യാൻ പറഞ്ഞൊരു കാര്യം ചെയ്തിട്ട് അതിനെ സ്വീകരിക്കണേ എന്ന് ഇബ്രാഹിം നബി ചോദിച്ചെങ്കിൽ, നബിയേ, ഇബ്രാഹിം നബിയെ, നിങ്ങൾ അല്ലാഹു പറഞ്ഞിട്ട് ചെയ്തതല്ലേ, എന്നിട്ട് നിങ്ങൾക്ക് ആശങ്കയാണോ അല്ലാഹ് സ്വീകരിക്കോ ഇല്ലേ എന്ന്? ആ അർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇബാദത്തുകൾ എത്രത്തോളം ആശങ്കപ്പെടണം നമ്മൾ. അല്ലാഹു ഖബൂൽ ചെയ്തില്ലെങ്കിലോ അതുകൊണ്ട് മറക്കാതെ പഠിച്ചു വെച്ചോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹു ഖബൂൽ ചെയ്യലാണ് ഏറ്റവും വലിയ കാര്യം. ഒരുപാട് അമലുകൾ ചെയ്തിട്ട് പോയിട്ട് കാര്യമില്ല, അല്ലാഹു ഖബൂൽ ചെയ്യണം. അതിന് 5 കാര്യങ്ങളാ നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന് ഭക്തിയാണ്, തഖ്വയാണ്. രണ്ടാമത്തേത് സഹോദരങ്ങളെ അലസതയില്ലാതിരിക്കലാണ്. മൂന്നാമത്തേത് പടച്ചവന്റെ വജ്ഹിന് വേണ്ടി ചെയ്യലാണ്, അള്ളാന്റെ വജ്ഹിന് വേണ്ടി ചെയ്യലാണ്. ഇതാണ് മൂന്നാമത്തേത്. നാലാമത്തേത് കുടുംബ പശ്ചാത്തലം ദീനിയാക്കലാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ സഹോദരങ്ങളെ? അള്ളാഹുവിനോട് കരങ്ങൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കലാണ്. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കട്ടെ. നമ്മുടെ ഇബാദത്തുകൾക്ക് അള്ളാഹു ഖബൂലിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ 5 കാര്യങ്ങൾ: 1 അള്ളാഹുവിനോട് ഭക്തി, 2 അലസതയില്ലാതെ, 3 അള്ളാന്റെ വജ്ഹിനു വേണ്ടി, 4 കുടുംബ ബന്ധങ്ങൾ, കുടുംബ ജീവിതം, വീടിന്റെ പശ്ചാത്തലം ദീനിയാക്കിയിട്ട്, 5-മതേത് ആ കാര്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന. ഇത് 5 ഉണ്ടെങ്കിൽ അള്ളാഹു നമ്മുടെ ഇബാദത്തുകൾ ഖബൂൽ ചെയ്യും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അതിനു മുമ്പ് ഞാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാം, നമ്മുടെ ഇബാദത്തുകൾ ഖബൂൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ ഒരു കാര്യം കൂടി അവസാനം പറയും. നമ്മുടെ ഇബാദത്തുകൾ ഖബൂൽ ചെയ്തോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? മൊബൈൽ നോക്കി അറിയാൻ പറ്റൂല, നെറ്റിൽ പരിശോധിക്കാൻ പറ്റൂല, പത്തോളജി കൊണ്ടുവന്ന് ടെസ്റ്റ് നടത്താൻ പറ്റില്ല. നമുക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുക? നമ്മുടെ ഇബാദത്തുകൾ ഖബൂലിയത്തുണ്ടായി എന്ന് അറിയുന്നതിന് ഒരു ചെറിയ ടെസ്റ്റ് ഡോസ്, അത് ഞാൻ അവസാനം പറയാം. അതിനു മുമ്പ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് ഇതിന്റെ ചെലവുകൾ, ധാരാളം ചെലവുകളുണ്ട്. ഒരു നല്ലൊരു ഹദിയ തുടക്കമാവട്ടെ, ഒരു നല്ലൊരു ഹദിയ. അവർക്ക് ഒരാഴ്ച സമയം കൊടുക്കാനല്ലേ സാർ? അതെ, ഉടനെ വേണോ? നാളെ മതിയല്ലോ, ഇന്നിപ്പോ കൊണ്ടുവന്നാണല്ലോ. വലിയ തുകയൊന്നും വേണ്ട. സാധുക്കളും വളരെ ദീനി സ്നേഹികളും ഒക്കെയാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. 1000 രൂപ വീതം നാളെ നിങ്ങൾ എത്തിച്ചു കൊടുത്താൽ മതി. ഇതിന്റെ വിജയത്തിന് വേണ്ടിയാണ്. നമുക്കതൊരിക്കലും അള്ളാഹു തട്ടിക്കളയില്ല. നല്ല മനസ്സോടുകൂടി ഇൻഷാ അള്ളാഹ് ഒരു 20 പേര് 1000 രൂപ വെച്ച് ഇൻഷാ അള്ളാഹ് പറയണം. ഒരു 20 പേര്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ അത് നിങ്ങൾ ചിന്തിക്കുക ചെയ്യരുത്. ആഗ്രഹമുണ്ടോ? ഇവിടെ നടന്നത് അള്ളാഹുവിന്റെ ദീനാണ്, ദീനിന്റെ ദഅവത്താണ്, ഖിദ്മത്താണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമ്മുടെ ദാരിദ്ര്യം അള്ളാഹ് മാറ്റിത്തരും. കയ്യിൽ പൈസ ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, ആഗ്രഹം ഉണ്ടെങ്കിൽ എണീറ്റ് പറഞ്ഞോളി, നാളെ നിങ്ങളുടെ കയ്യിൽ അള്ളാഹു തരും ഇൻഷാ അള്ളാഹ്. ഒരു 20 പേര് കൈവക്കണം. ഒന്ന് കൈവക്കിക്കേ. 2, 3, 4, 5, 6, 7, 8. ഇതാരാ എഴുതിയെടുക്കുന്ന? വേഗം എഴുതി. 8. ഇനി ഒരു 12 പേരും കൂടി വേഗമാവട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. 10, 2 പേരും കൂടെ ആകുമ്പോൾ ദ്വാരക്ക 2 പേരും കൂടെ ആകും. ആരാ? 2 പേര്. പെട്ടെന്ന് കൈവക്കും ഇൻഷാ അള്ളാഹ്. ആദ്യം പറയുന്നവർക്ക് അള്ളാഹു നല്ല കൂലി കൊടുക്കും ഇൻഷാ അള്ളാഹ്. വസ്സാബിഖൂനൽ അവ്വലൂൻ. ആരാ? 2 പേരുടെ കൈവക്കും ഇൻഷാ അള്ളാഹ്. 1000 രൂപ. 10,000 അല്ല ചോദിച്ചത്, 10,000 അല്ല, 1000 രൂപ. 1. ഇനി ഒരാളും കൂടി.
ഒറ്റരാളും കൂടി ബിസ്മില്ലാ. ഒന്ന് അൽഹംദുലില്ലാ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ, ജാരിയായ സ്വതഖയിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ അർഹമായ കൂലി കൊടുക്കണേ അല്ലാ. ഈ 10 പേരുടെയും ജീവിതത്തിൽ പടച്ചവനെ ഈ ഉയർത്തിയ കരങ്ങളെ ഒരു ചായക്ക് പോലും ഒരു മഖ്ലൂക്കിന്റെ നേരെ നീട്ടേണ്ട ഒരവസ്ഥ നീ വരുത്തല്ലേ അല്ലാ. പടച്ചവരെ ഈ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ ജീവിതത്തിന്റെ എല്ലാ പ്രാരാബ്ദങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. മാറ്റി കൊടുക്കണേ തമ്പുരാനെ. നീ ആരാ? ഒരു 10 പേര്, ഒരു 10 പേര്, 20 പേര് വേണം. കൈപൊക്ക് ഇൻഷാ അല്ലാ, നടക്കും. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഒരു കൈപൊക്ക്, ഒരാളെ തുടങ്ങി വെച്ചു കൊടുക്ക്. 1 2. നീ ആരാ? 1000 രൂപ. 1000 രൂപ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചെറിയൊരു സ്വതക്കയാണ്. നമുക്ക് ഇതുവഴി കിട്ടുന്ന വലിയ ഭാഗ്യമാണ്. ഒരിക്കലും നമുക്ക് നഷ്ടമാകില്ല ഇൻഷാ അല്ലാ. 2 പേരായി. ഇനി ആരാ? ആഗ്രഹങ്ങൾ മനസ്സിലുള്ളവര്, കടങ്ങൾ മാറാൻ, ബുദ്ധിമുട്ടുകൾ മാറാൻ ഒക്കെ നിയത്താക്കിയിട്ട് ഇൻഷാ അല്ലാ പറഞ്ഞോളി. ആരാളത്? ഒരു 8 പേരും കൂടി. 1. ഇനി ആരാ? 13 വരെ ആയിട്ടുള്ളൂ. ആരാ? 2 പേര്. സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് മതി ഇൻഷാ അല്ലാ. നമ്മുടെ ഈ മനോഹരമായ നമ്മുടെ ഈ സദസ്സ് ഇവിടെ അൽഹംദുലില്ലാ 3 ദിവസത്തെ മതപ്രസംഗവും ദുആ മജ്ലിസും ഒക്കെ നടക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെന്ന് വഅള് കേൾക്കുക, അമല് ചെയ്യുക, ഒപ്പം ഈ സംരംഭത്തിനൊന്ന് കൂടെ നിൽക്കുക, ചേർന്ന് നിൽക്കുക. അത് വലിയ കാര്യമാണ്. അള്ളാഹു ഈ 13 പേരെയും സ്വീകരിക്കട്ടെ. 2 പേരും കൂടെ കൈബുക്ക് ഇൻഷാ അല്ലാ. ആരാ? അള്ളാഹു കബൂൽ ചെയ്യട്ടെ. 1. ഇനി ഒരാളും കൂടി. അവിടെ ഒരു ആരാ? തലചൊറിയെന്ന് ചെയ്യരുത്. പേരെ ചോദിക്കും. 1000 രൂപ കൊടുക്കേണ്ടി വരും. വേഗം പറഞ്ഞോളി. ആരാ? ഒരാളും കൂടി. 1. അൽഹംദുലില്ലാ. അല്ലാഹുവേ 15 പേരെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. ജാരിയായ സ്വതക്കയിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ സദുദ്ദേശങ്ങളെ നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. എല്ലാ ഖൈറിന്റെ ബാബുകളെയും നീ തുറന്നു കൊടുക്കണേ അല്ലാ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അവിടെ ഖബറിടങ്ങളെ വിശാലമാക്കണേ അല്ലാ. സ്വർഗീയ ആരാമമാക്കണേ അല്ലാ. സ്വർഗത്തിന്റെ ആരാമങ്ങളാക്കി ഖബറുകളെ മാറ്റണേ തമ്പുരാനെ. നീ 5 പേരും കൂടി ഇൻഷാ അല്ലാ. 20 കണക്ക് ഇൻഷാ അല്ലാ. ആരാണ്? ഒരു 5 പേര് നല്ല മനസ്സോടുകൂടി നിർബന്ധിച്ചിട്ട് പിന്നീട് ആവുമ്പോൾ പിന്നെ അതിന് ആത്മാർത്ഥത കുറഞ്ഞു വരും. ഒരു 5 കൈ കൊണ്ട് ഒന്ന് പൊക്കിക്കുക ഇൻഷാ അല്ലാ. അല്ലാഹു തരട്ടെ. നമുക്ക് ഒരു കുറവും അല്ലാഹു വരുത്തില്ല. ഒരു കുറവും അല്ലാഹു വരുത്തില്ല. 5 പേരും കൂടി ഇൻഷാ അല്ലാ. ആരാ? 1. നീ ആരാ? 4 പേര്. 4 പേർ കൂടെ അവസരമുണ്ട് ഇൻഷാ അല്ലാ. അത് എഴുതിയെടുത്തോളണേ കൃത്യമായിട്ട്. ഇനി നസീഹത്തും ദുആയും ഇവിടെ നടക്കാൻ ഇരിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് നസീഹത്ത് നടത്തുകയും ദുആ ചെയ്യുകയും ചെയ്യുന്ന മഹത്തായ സദസ്സാണ് ഇനി നമുക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാ ഈ സംരംഭത്തിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം. തങ്ങൾ ചോദിക്കും ഇൻഷാ അല്ലാ അവസാനം ഈ കൊടുത്തവരെ ഒക്കെയും ഇൻഷാ അല്ലാ തങ്ങൾക്ക് ആ പേര് കൊടുക്കും. അത് വായിച്ച് തന്നെ ദുആരക്കും. നമ്മുടെ എല്ലാ ഇഹപര വിജയത്തിനും ഇൻഷാ അല്ലാ ഇതൊരു കാരണമാകും. അല്ലാഹു ഖൈറിന്റെ ബാബുകൾ തുറന്നു തരട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ പരീക്ഷണ ഘട്ടങ്ങളിലൊക്കെയും നമുക്ക് താങ്ങാവുന്നത്, ഒരു പ്രൊട്ടക്ഷൻ ആവുന്നത് നമ്മുടെ സദഖയാണ്. നമ്മൾ കൊടുക്കുന്ന സ്വതക്ക അത് നമ്മുടെ ആപത്തുകളെ തട്ടിമാറ്റാനും അള്ളാഹു നമ്മുടെ ആപത്തുകളൊക്കെ തട്ടിക്കളയുന്നതിന് ഒരു കാരണമാണ്. വനിതാ വളണ്ടിയർമാരുണ്ടെങ്കിൽ ആരെയും ഒരു ലേഡിയിട്ട് കൊടുത്താൽ പേരിൽ എഴുതുമല്ലോ. ബക്കറ്റ് വേണം, അത് തങ്ങൾ വരട്ടെ. വേഗം ആ പേര് പെട്ടെന്ന് എഴുതിയെടുത്തോളൂ ഇൻഷാ അല്ലാ. ആ പുറത്തു നിൽക്കുന്നവരൊക്കെ ഒന്ന് കയറിയിരിക്കുക. അള്ളാഹു നമ്മുടെ ഇബാദത്തുകളെ സ്വീകരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ദുആ അള്ളാഹു കബൂൽ ചെയ്യും. ആ ദുആ കബൂൽ ചെയ്യുന്നതിന്
മൂന്നാലൊരു കാരണമാണ്. ഒന്നുകിൽ അപ്പൊ തന്നെ അല്ലാഹു തആല സ്വീകരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഖൈറിനു വേണ്ടി അല്ലാഹു തആല ചെറിയ ഒരു പെൻഡിങ്ങിൽ അല്ലാഹു വെക്കും. അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട്. ഇത് രണ്ടില്ലെങ്കിൽ പോലും ദുആ ചെയ്തതിന് ഇബാദത്താണ് എന്നുള്ളത് കൊണ്ട് തന്നെ നാളെ ആഖിറത്തിൽ ഇതിന് പ്രതിഫലം നമുക്ക് കിട്ടും. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് കിട്ടണമെന്ന് ദുആരെന്ന അപ്പൊ കിട്ടും. അത് കബൂലിയത്തിന്റെ ഒരു അടയാളമാണ്. ചിലപ്പോ അല്ലാഹു തആല അപ്പോഴും തരില്ല. ഒരു ബസ് കിട്ടണേന്നും പറഞ്ഞ് ഓടി വീട്ടിൽ നിന്ന് ഓടി വന്ന് ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോഴായിരിക്കും ആ ബസ് പോയി. ബസ് കിട്ടിയാൽ നമ്മുടെ ദുആ സ്വീകരിച്ചു, കിട്ടിയില്ലെങ്കിൽ ആ ദുആ അല്ലാഹു തള്ളിക്കളഞ്ഞു എന്ന് ചിന്തിക്കരുത്. ബസ് കിട്ടിയില്ല, നമ്മുടെ മനസ്സ് നിരാശയായി. നമ്മൾ വീട്ടിലെത്തുമ്പോഴാണ് ഒരു വാർത്ത കേൾക്കുന്നു, ആ ബസ് അപകടത്തിൽപ്പെട്ടു. ആ അപകടത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ അതിൽ കയറ്റാത്തതും ആ ദുആ സ്വീകരിക്കാത്തതും. അപ്പൊ ദുആ അവിടെ സ്വീകരിച്ചു, പക്ഷെ അത് മറ്റൊരു രീതിയിലാണ്, ആംഗിള് വേറെയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മൂന്നാമതൊരു രീതിയുണ്ട്. നമ്മുടെ ദുആ ഇപ്പോഴോ പിന്നീടോ സ്വീകരിക്കുകയില്ല, മറിച്ച് നാളെ ആഖിറത്തിൽ അല്ലാഹു അതിന് പ്രതിഫലം തരും. ആ സമയത്ത് ഓരോരുത്തരും ആഗ്രഹിച്ചു പോകുമെന്നാണ് നാളെ പരലോകത്ത് അല്ലാഹുവേ ദുആ സ്വീകരിക്കപ്പെടാത്തവർക്ക് പ്രതിഫലം കൊടുക്കുന്നത് കാണുമ്പോ ഓരോരുത്തരും അള്ളാഹുവിന്റെ മുന്നിൽ കരങ്ങൾ നീട്ടി ആഖിറത്തിൽ വെച്ച് യാചിക്കും, അല്ലാഹുവേ ദുനിയാവിലെ എന്റെ ഒരൊറ്റ ദുആയും സ്വീകരിക്കാതിരുന്നെങ്കിൽ, എന്റെ ഒരൊറ്റ ദുആയും അല്ലാഹു സ്വീകരിക്കാതിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന്. നാളെ പരലോകത്ത് ദുആ സ്വീകരിക്കപ്പെടാത്തവർക്ക് പ്രതിഫലം കൊടുക്കുന്നത് കാണുമ്പോ ദുആ സ്വീകരിക്കപ്പെടാത്ത ആളുകൾ അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോൾ ഇവിടെ ദുആ സ്വീകരിച്ച ആളുകൾ അല്ലാഹുവിനോട് ചോദിക്കുമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുആക്ക് ഇജാബത്ത് ഉറപ്പാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായി നമ്മൾ ആമീൻ പറയുകയും ആ ദുആയിൽ പങ്കാളികളാവുകയും വേണം ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞ് വേണം നിങ്ങൾ ഓരോരുത്തരും പിരിഞ്ഞു പോകാൻ. ഈ സംരംഭത്തിന് ഇന്നൊരു ദിവസം കൂടിയുള്ളൂ. ഇതോടുകൂടി നമ്മുടെ ഈ പരിപാടി അവസാനിക്കുകയാണ് ദുആയോടുകൂടി. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദിന്റെ ആ ദുആക്ക് മുമ്പുള്ള നസീഹത്തിനിടയിൽ നിങ്ങൾ 500 രൂപ വെച്ച് കൊടുത്താലും മതി. ഉള്ള സംഭാവനകൾ നിങ്ങൾ കൊടുത്ത് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഈ മനോഹരമായ ദീനീ സംരംഭത്തിന്, ഈ മജ്ലിസിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഇൻഷാ അല്ലാഹ് അകമഴിഞ്ഞ് സഹായിക്കണം എന്ന് ആത്മാർത്ഥമായി അറിയിക്കുകയാണ്. അവസാനം ഞാൻ ഒരു കാര്യം കൂടി പറയാമെന്ന് പറഞ്ഞത് ഞാൻ ഒന്നുകൂടി പറയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ സുഹൃതങ്ങൾ അല്ലാഹു കബൂൽ ചെയ്തു എന്നതിന് ഒരടയാളമുണ്ട്. അത് മറ്റൊന്നുമല്ല, മഹാനായ ഇബ്നു റജബ് റഹിമഹുല്ല പറയാണ്, ഒരു മനുഷ്യന്റെ അമൽ സ്വീകരിച്ചു എന്നതിന്റെ അടയാളം മൻ അമില ത്വാഅതൻ മിന ത്വാഅതി വഫറഗ മിൻഹാ ഫഅലാമതു ഖബൂലിഹാ. അല്ലാഹു സ്വീകരിച്ചു എന്നതിന്റെ അടയാളം അടുത്ത ഒരു കാര്യം കൂടി അവന് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നിസ്കാരം അല്ലാഹു കബൂൽ ചെയ്തതിന്റെ അടയാളം എന്താ? അവിടെ ഇരുന്ന് ബാക്കി ദിക്റുകൾ പൂർത്തീകരിച്ച് ഒന്ന് ദുആയൊക്കെ ചെയ്ത് റാഹത്തായിട്ട് പോകാൻ മനസ്സ് അവന് തോന്നിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ തൊട്ട് മുമ്പ് ചെയ്ത ദുആ അല്ലാഹു സ്വീകരിച്ചു, ആ ഇബാദത്ത് അല്ലാഹു കബൂൽ ചെയ്തതിന്റെ അടയാളമാണ്. അപ്പൊ നമ്മുടെ ഇബാദത്തുകൾ കബൂൽ ചെയ്തതിന്റെ അടയാളം ഒരു പ്രവൃത്തി ചെയ്ത് അവസാനിപ്പിക്കുമ്പോ അടുത്ത പ്രവൃത്തി സൽക്കർമ്മം ചെയ്യാനുള്ള ആ ഒരു തോന്നൽ, ആ ഒരു തൗഫീഖ്, അത് നമ്മുടെ തൊട്ട് മുമ്പുള്ള ഇബാദത്ത് കബൂൽ ചെയ്തു എന്നതിന്റെ അടയാളമാണ്. ഒരുപക്ഷെ അങ്ങനെ നമുക്ക് തോന്നിയിട്ടില്ല എങ്കിൽ ആ മനുഷ്യന്റെ ഇബാദത്ത് തടഞ്ഞതിന്റെ, കബൂലിയത്തില്ലാതെ പോയതിന്റെ അടയാളം ഒരു കാര്യം ചെയ്തിട്ട് തൊട്ടുടനെ ഒരു തിന്മ ചെയ്യുക എന്നുള്ളതാണ്. പള്ളിയിലെ നിസ്കാരം കഴിഞ്ഞ്, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഈശാ വരെ 1 മണിക്കൂർ 20 മിനിറ്റും ഫസാദോട് ഫസാദ്. അതെന്തുകൊണ്ട? എന്റെ മഗ്‌രിബ് അല്ലാഹു കബൂൽ ചെയ്തിട്ടില്ല, മഗ്‌രിബ് കബൂൽ ചെയ്തിട്ടില്ല എന്നതിന്റെ അടയാളമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇബാദത്തുകൾ കബൂൽ ചെയ്യണം. ആ കബൂലിയത്തിന് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ ആ പരിശുദ്ധമായ ഇബാദത്ത്
നാളെ പരലോകത്ത് ഖബൂലിയത്ത് ഉണ്ടാകാൻ നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കലാണ്. രണ്ടാമത്തേത് സഹോദരങ്ങളെ മടിയും അലസതയും മാറ്റലാണ്. മൂന്നാമത്തേത് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ. ആ സൽക്കർമ്മങ്ങൾ കൊണ്ട് എനിക്ക് പടച്ചവന്റെ പൊരുത്തമല്ലാതെ മറ്റൊന്നും വേണ്ട, എന്റെ റബ്ബിന്റെ വജ്ഹ് മാത്രം മതി, എന്റെ അള്ളാന്റെ വജ്ഹ് മാത്രം മതി എന്ന ചിന്തയാണ്. നാലാമത് നമ്മുടെ വീട് ദീനിയായ ചുറ്റുപാടാക്കി മാറ്റുക. നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ദീനിന്റെ ചൈതന്യമുണ്ടാകണം, പരിശുദ്ധമായ ദീനിന്റെ മധു അവർക്ക് നുകർന്നു കൊടുക്കണം. അതെല്ലാം നമ്മുടെ വീടിന്റെ ചൈതന്യമായി മാറണം. ഏറ്റവും ഒടുവിൽ സഹോദരങ്ങളെ, ഒരു പ്രവൃത്തി അല്ലാഹു കബൂൽ ചെയ്യാ, ആ പ്രവർത്തനം കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ഇരക്കലാണ്, അവനോട് തേടലാണ്, അള്ളാഹുവേ നീ സ്വീകരിക്കണേ എന്ന്. ഈ 5 കാര്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നമ്മുടെ വലിയ ഒരു ഉദ്ദേശമാണ്. ഓടയത്തെ ഉസ്താദ് ബഹുമാനപ്പെട്ട സലീം ഉസ്താദ് പറഞ്ഞിരുന്നു, ഒരുപാട് ചെലവുകളുണ്ട്. ഞാൻ എടുത്തെടുത്ത് പറയാണ്, ഇനി നാളെ നമുക്ക് മാറ്റിവെക്കാൻ ഒരു ദിവസമില്ല, അല്ലേ ഉസ്താദ്? നല്ല തുക ഇതിന് ചെലവുണ്ട്. നിങ്ങളാണ് ഇതിന്റെ വിജയത്തിന്റെ പ്രധാന ഘടകം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ നല്ലൊരു സംഭാവന, ഞാനൊരു ബറക്കത്തിന് വേണ്ടി 15 പേരെ ഒന്ന് വാങ്ങിയതിനപ്പുറത്ത് ബഹുമാനപ്പെട്ട തങ്ങൾ വരുമ്പോ ആ തങ്ങൾ വരുന്ന സദസ്സിൽ നമുക്ക് ദുആക്ക് ഇജാബത്തോടുകൂടി നമ്മുടെ ദുആകളൊക്കെ നമ്മുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് അള്ളാഹുവിനോട് പറഞ്ഞ് നമുക്ക് ആമീൻ പറഞ്ഞ് നമുക്ക് ദുആരക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ ഓരോരുത്തരും ആ ദുആക്ക് മുമ്പായി നല്ലൊരു സംഭാവന, ഇനിയിപ്പോ നാളെ എന്നുള്ളത് മറ്റന്നാളായാലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ എത്തിച്ചു കൊടുത്താൽ മതി. അത് നമ്മുടെ ബാധ്യതയായി അവശേഷിക്കാതെ അത് എത്തിച്ചു കൊടുത്ത് ആ കടം വീടി ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ഇതിനോടൊപ്പം ചേർന്ന് സഹകരിച്ച് നിൽക്കണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരമാവധി ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക. പരിശുദ്ധ റമളാൻ മാസം ഇതാ നമ്മുടെ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ വളരെ വളരെ ശരവേഗത്തിൽ നമ്മുടെ മുന്നിലേക്ക് വിശുദ്ധമായ റമളാൻ മാസം എത്തുകയാണ്. റജബ് വന്ന പിന്നെ റമളാൻ മാസത്തിന്റെ ആരംഭമായി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും പരിശുദ്ധമായ ആ റമളാൻ മാസത്തിന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി അത് നമ്മുടെ ശേഷിക്കുന്ന ഇനിയുള്ള ഓരോ രാവുകളും പകലുകളും നമ്മുടെ ജീവിതത്തിലെ ഇബാദത്തുകൾ കൊണ്ട് ഹയാത്താക്കാൻ എല്ലാവരും പരിശ്രമിക്കണം. നല്ല നാളുകൾ വരുമ്പോ ആ നാളുകളിൽ നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹുവിന് വേണ്ടി അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തണം. പരമാവധി കാര്യങ്ങൾ കൂടുതൽ അള്ളാഹുവിലേക്ക് അർപ്പിക്കണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.